യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉറക്കത്തിൽ കമാൻഡോ ഓപ്പറേഷനിലൂടെ കീഴ്പ്പെടുത്തി പരിഹാസ്യരായി മാറിയ കേരള പോലീസ് കൈവെട്ട് കേസിലെ പ്രതിയെ പിടികൂടിയത് അറിഞ്ഞതുപോലുമില്ല. സിപിഎമ്മിന്റെ കോട്ടയായ മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സവാദിനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആരും അറിയാതെ NIA സംഘം പാർട്ടി ഗ്രാമത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പാർട്ടി ഗ്രാമത്തിൽ ഒരാൾക്ക് താമസിക്കണമെങ്കിൽ അതിന് പാർട്ടിയുടെ സഹായം കൂടിയേ തീരൂ. പാർട്ടി ഗ്രാമത്തിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും പാർട്ടിയുടെ നിരീക്ഷണം ഉണ്ടാകും. എന്നിട്ടും സവാദ് എങ്ങനെ താമസിച്ചു എന്ന ചോദ്യമാണ് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എഫക്റ്റിൽ സിപിഎം തലപൊക്കി നിൽക്കുമ്പോഴാണ് സവാദിനെ പാർട്ടി കൂടാരത്തിൽ നിന്നും കേരള പോലീസ് അറിയാതെ NIA കസ്റ്റഡിയിലെടുത്തത്. ശരിക്കും കേരള പോലീസ് നാണം കെട്ടു. മതനിന്ദ ആരോപിച്ച് അധ്യാപകന്റെ കൈ വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയും എറണാകുളം അശമന്നൂർ സ്വദേശിയുമായ സവാദ് NIA പിടിയിലായത് പ്രധാനമന്ത്രിയുടെ രണ്ടാം വരവിന് മുൻപാണ്. മുൻപ് പ്രൊഫസർ TJ ജോസഫ് താൻ ജീവിതത്തിൽ നേരിട്ട അതിദാരുണമായ അനുഭവങ്ങൾ പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരുന്നു. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യകാല PFI ഓപ്പറേഷനായിരുന്നു ഇത്. ഇക്കാര്യം അതീവ ഗൗരവത്തോടെയാണ് പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നത്. കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള NIA നടപടികൾ പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇടപെട്ട ശേഷമാണ് പ്രതിയുടെ തലയുടെ വില ഇരട്ടിയാക്കിയത്. കൈപ്പത്തി വെട്ടിമാറ്റാൻ ഉപയോഗിച്ച ആയുധവുമായി കടന്നുകളഞ്ഞ സവാദ് കഴിഞ്ഞ 13 വർഷമായി ഒളിവിലായിരുന്നു. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സവാദായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് മരപ്പണി ചെയ്ത് വരുന്നതിനിടെയാണ് കൈവെട്ട് കേസിലെ മുഖ്യ ആസൂത്രകനും ഒന്നാം പ്രതിയുമായ സവാദ് പിടിയിലായത്. NIAക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. കൊച്ചി NIA ആസ്ഥാനത്ത് എത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. 2010 ജൂലൈ 4-നായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിനെതിരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമിച്ച അദ്ദേഹത്തിന്റെ കൈപ്പത്തി മാറ്റുകയായിരുന്നു. സംഭവത്തിന് പിറകെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോവുകയായിരുന്നു. പ്രതി ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പിറകിൽ ഉന്നതരുണ്ടെന്ന് പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. 2011-ലാണ് കേസ് NIA ഏറ്റെടുത്തത്. എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി സവാദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഇനാം 10 ലക്ഷമാക്കി ഉയർത്തി തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. കൈവെട്ട് കേസിൽ 31 പ്രതികളെ ഉൾപ്പെടുത്തി 2015-ലാണ് NIA ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. തുടർന്ന് 2015 മെയ് 8-ന് ഇതിൽ 18 പേരെ കോടതി വെറുതെ വിടുകയും 13 പേരെ ശിക്ഷിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ജൂലൈ 2ാം ഘട്ട വിചാരണ പൂർത്തിയാക്കി 6 പേരെ ശിക്ഷിക്കുകയും 5 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലാണ് NIA തീരുമാനിച്ചിട്ടുള്ളത്. 13 വർഷം ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവർ ആരൊക്കെ എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇനി NIA അന്വേഷിക്കുന്നത്. നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാകുകയായിരുന്നു. 13 വർഷം സവാദിനെ സഹായിച്ചവരിൽ CPമാർ ഉണ്ടെങ്കിൽ പണി തീരും. കാരണം VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് നടന്ന കൈവെട്ടിൽ ഇടത് സർക്കാർ വിപ്ലവകാരിയായ മന്ത്രി MA ബേബിയും സഭയ്ക്കും തീവ്ര ചിന്താഗതികൾക്കും വെച്ചുപുലർത്തുന്നവർക്ക് ഒപ്പമായിരുന്നു. സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത്. നാസർ വർഷങ്ങൾക്ക് മുൻപ് കീഴടങ്ങുകയായിരുന്നു. കേരളത്തിൽ നിന്ന് ബംഗളൂരിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നെങ്കിലും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന.